മക്കളെ, അപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ ഓൾറെഡി നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മിസ് വിശ്വസിക്കുന്നു. ആൻഡ് കുറേ ആൾക്കാർ ലാസ്റ്റ് മിനിറ്റിൽ അല്ലേ, എക്സാമിന് ഒരു മാസം മുൻപെങ്കിലും പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്നുകൂടെ ചൂട് വന്നോട്ടെ, ടൈം ടേബിൾ വന്നോട്ടെ, ഡേറ്റ് വന്നോട്ടെ, ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഡിലേ ആക്കിയ ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ. ആൻഡ് അങ്ങനെ ഡിലേ ആക്കിയ പല ആൾക്കാരും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മിസ്സിന് എങ്ങനെ മനസ്സിലായി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ അഡ്മിഷൻ ടീമിലേക്ക് വരുന്ന കോൾസ്. ഒത്തിരി കോൾസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മിസ് ഇനി ജോയിൻ ചെയ്താൽ പഠിക്കാൻ പറ്റുമോ, ഇനി പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ, ഇന്ന് മുതൽ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ, കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, ഒത്തിരി സംശയങ്ങളും ഒത്തിരി കോൾസും. അപ്പോൾ നിങ്ങളോടെല്ലാം മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കണം. കാരണം നിങ്ങളുടെ കൂടെ ഡിലേ ആക്കിയ ആൾക്കാരൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഈ കൗണ്ട് ഡൗണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറയാൻ ഒരു 30 ദിവസം കൗണ്ട് ചെയ്യാനുണ്ടോ? ഒന്ന് എൻ്റെ കുട്ടികൾ ചിന്തിച്ച് നോക്കി, 30 ദിവസം തികച്ച് പറയാൻ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല അല്ലേ? കാരണം ഇന്ന് ജൂലൈ 19 ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 18 നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 18 ഒരാഴ്ച മുൻപെങ്കിലും നമ്മൾ റിവിഷൻസ് തുടങ്ങണ്ടേ അല്ലേ? അപ്പം നമ്മുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ദിവസമില്ല. ഒരു 30 ദിവസത്തെ കൗണ്ട് ഡൗൺ പുള്ളി ഇടാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഇത് ആലോചിച്ച് പേടിക്കുകയല്ല, പാനിക് ആവുകയല്ല വേണ്ടത്. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് എല്ലാ സഹായങ്ങളുമായിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാരണം നമുക്കിനി നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളൊന്നും കണ്ടു തീർക്കാനുള്ള സമയമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വേർഷൻസ് കാണുക, അത് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ ആണെങ്കിൽ അതിൻ്റെ PDF നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ വായിച്ചു നോക്കുക. അറിയുന്ന ചാപ്റ്റേഴ്സ് വീണ്ടും ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ നോട്ട്സ് വേഗം വായിച്ചു നോക്കുന്നു. നമുക്ക് അറിയുന്ന കോൺസെപ്റ്റുകൾ, ഇപ്പോൾ അറിയാത്ത ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ അറിയുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് അടിച്ച് പോവാം. എന്നിട്ട് അറിയാത്ത ഭാഗങ്ങൾ കൂടുതൽ മനസ്സിലാക്കി, അതായത് ടൈം സേവ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ചാപ്റ്റർ വെറുതെ പഠിച്ച് മാത്രം പോകാതെ മാക്സിമം പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പം മാറിയിട്ടാണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളതിനൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഷീറ്റ് പ്രാക്ടീസ് ചെയ്യണം. പറ്റുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ചാപ്റ്റർ വൈസ് എക്സാമും എടുക്കാൻ വേണ്ടി നോക്കാം. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾക്ക് ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് വാങ്ങിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. കാരണം ഓണം എക്സാമിന് നിങ്ങൾക്ക് ആകെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ 2 ചാപ്റ്ററൊക്കെ ഉള്ളൂ. അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ തീരുമാനിച്ചാൽ. ആ ഒരു തീരുമാനം എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി മുതലെങ്കിലും പഠിച്ചു തുടങ്ങുക. അങ്ങനെ ഒരു തീരുമാനം എടുത്ത മക്കളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.